കോഴിക്കോട് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഫറോക്ക് സ്വദേശിയായ 19-കാരനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴയിൽ ജോലി ചെയ്യുന്ന യുവാവിന് കടുത്ത പനിയും തലവേദനയും അനുഭവപ്പെട്ടതോടെയാണ് ചികിത്സ നേടിയത്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ രോഗം പിടിപെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടോ? എന്താണ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില? വിശദാംശങ്ങൾ. ജിൽസി, ഫറോക്ക് കരുവൻതുരുത്തി സ്വദേശിയായിട്ടുള്ള 19-കാരനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. യുവാവ് ആലപ്പുഴയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ നിന്ന് ശക്തമായ പനിയും തലവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ചികിത്സ തേടിയത്. അവിടുന്ന് നട്ടലിൽ നിന്ന് സ്രവം എടുത്തുകൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകി. ഇതോടെയാണ് യുവാവ് സ്വദേശത്തേക്ക് വന്നത്, കോഴിക്കോട്ടേക്ക് വന്നത്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയായിരുന്നു. PCR പരിശോധനയിലാണ് രോഗകാരണം അമീബയാണ് എന്നുള്ള കാര്യം കണ്ടെത്തുകയും അമീബിക് മസ്തിഷ്ക ജ്വരമാണ് രോഗം എന്നത് സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഇതേ തുടർന്ന് യുവാവിനെ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ടായത് ആലപ്പുഴയിൽ നിന്നാണോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫറോക്കിൽ നിന്നാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിന്റെ പരിശോധന തുടരുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് കോട്ടൂർ സ്വദേശിയായിട്ടുള്ള 9 വയസ്സുകാരന് ഈ രോഗം സ്ഥിരീകരിച്ചത്, അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. യുവാവിന്, ഈ കുട്ടിക്ക് ഇപ്പോൾ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല. 2 ആഴ്ചയെങ്കിലും നിരീക്ഷണത്തിൽ തുടരേണ്ടി വരും എന്ന കാര്യമാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. കുട്ടിയും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ജിൽസി.